നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി, അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. അങ്ങ് പച്ചയ്ക്ക് കള്ളം പറയരുത്. ലവ് ടു ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതി അതൊരു കപ്പിൽ താങ്കൾ ഒരു ചന്ദ്രക്കലയുടെ സിമ്പലുള്ള കൂടെ വെച്ചൊരു കപ്പിൽ വെച്ചിട്ടൊരു ചായ കുടിക്കുന്നുണ്ട്. ആ കപ്പ് അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിക്കുന്നുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ താങ്കളോട് ചോദിക്കുന്നുണ്ട്. മനോരമ ന്യൂസിലെ ഇൻ്റർവ്യൂവിലാണ് താങ്കളോട് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് തികച്ചും യാദൃശ്യമാണെന്നാണ്. എത്ര ഉളുപ്പില്ലാതെയാണ് താങ്കൾ പച്ചക്കള്ളം പറയുന്നത്. കാരണം ആ വീഡിയോ എല്ലാവരും കണ്ടതാണ്. താങ്കൾ എത്രയോ സമയം സെക്കൻഡുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി. വളരെ യാദൃശ്യമായി താങ്കളെടുത്ത് കുടിച്ചതല്ല. കപ്പില വരികളുള്ളത് അറിയില്ലായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അരി ആഹാരം കഴിക്കുന്ന മലയാളികൾ മുഴുവൻ കണ്ടതല്ലേ. ഇനി PR വർക്ക്, മെഗാ തിരുവാതിര താങ്കൾ തള്ളിപ്പറഞ്ഞോ? കാരണഭൂതൻ താങ്കൾ തള്ളിപ്പറഞ്ഞോ? ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഈ കപ്പലിന് വലിയൊരു കപ്പിത്താനുണ്ട്, ക്യാപ്റ്റനുണ്ട്, താങ്കൾ തള്ളിപ്പറഞ്ഞോ? വീണ ജോർജിന്. ഇരട്ടച്ചങ്കൻ താങ്കൾ തള്ളിപ്പറഞ്ഞോ? സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ലെജൻഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഡോക്യുമെൻ്ററി എടുത്തു, താങ്കൾ തള്ളിക്കളഞ്ഞോ? താങ്കൾ ശരിക്കു പറഞ്ഞാൽ രാജാധികാരത്തിൻ്റെ ബാക്കി പത്രമാണ്. കൃത്യം രാജാധികാരത്തിൻ്റെ ബാക്കി പത്രമാണ്. ഇപ്പോൾ ഈ പത്രങ്ങളിലും അതുപോലെ തന്നെ ബസ്സുകളിൽ ഒക്കെ ധാരാളം പരസ്യം കൊടുക്കുന്നുണ്ട്. പവർ കട്ടില്ലാത്ത 10 വർഷം. ഉളുപ്പ് വേണ്ടേ? കേന്ദ്രത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 75% കറണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഉളുപ്പ് വേണ്ടേ? മാലിന്യമില്ലാത്ത 10 വർഷം. കേരളം മുഴുക്ക മാലിന്യമല്ലേ മാഷേ? അപ്പോൾ ഇങ്ങനെ ഉഡായിപ്പ് പരസ്യങ്ങൾ കൊടുക്കുക, അതിൽ താങ്കളുടെ തല വച്ചേക്കുക. വിഴിഞ്ഞം പദ്ധതി താങ്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ? കണ്ണൂർ വിമാനത്താവളം, നെടുമ്പാശ്ശേരി വിമാനത്താവളം, മെട്രോ റെയിൽ, ഇങ്ങനെ ഒരു ഗവൺമെൻറ് തുടർച്ചയായി വന്ന പരിപാടികൾ പോലും താങ്കൾ എടുത്ത് പറയും. അപ്പോൾ ഇതിലെല്ലാം താങ്കൾ പച്ച നുണയാണ് പറയുന്നത്, പച്ചക്കള്ളമാണ് പറയുന്നത്. പക്ഷെ മലയാളിയുടെ ബോധ നിലവാരം താങ്കൾ ചോദ്യം ചെയ്യുകയാണ്. മലയാളിക്ക് മറവി രോഗം ഉള്ളത് കൊണ്ട് ഇതൊക്കെ മറന്നു പോകും. വേണമെങ്കിൽ ഇതിൻ്റെ കാർഡ് ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ തൊഴിലാളികളും വ്യാപകമായി അടിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴും താങ്കൾ അഭിനയിച്ച പരിപാടി, കമലഹാസനെ കൊണ്ടുവന്ന് താങ്കൾ അഭിനയിച്ചു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. മോഹൻലാലുമായി താങ്കൾ അഭിനയിച്ചു ഇലക്ഷന് വേണ്ടിയിട്ടല്ലേ? അല്ല താങ്കളുടെ ലെജൻഡ് എന്ന് പറഞ്ഞ് താങ്കളുടെ കഥ പറയാൻ മറ്റാരുടെയും കഥ ഇതുവരെ പറയാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കഥ, ഒരു മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ, VK നായനാർ, EMS അടക്കമുള്ള ആരുടെയും ഡോക്യുമെൻ്ററികളും ലെജൻഡും കഥകളൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്താണ് താങ്കൾ? എല്ലാം ഒരു PR വർക്കാണ്, എല്ലാം ഒരു അറിഞ്ഞുകൊണ്ടുള്ള പണിയാണ്. അങ്ങനെ ഒരു മുൻകൂട്ടി നിശ്ചയിച്ച PR വർക്കുകൾ ചെയ്തതിന് ശേഷം അതിനെ തള്ളിപ്പറയുന്നില്ലെങ്കിലും, അത് ഓണപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, തള്ളിപ്പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഓണപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പച്ചക്കള്ളം പറയരുത്. നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ സകല ആളുകളും കണ്ട ഒരു വിഷയം അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു കൗതുകക്കുറവുണ്ട്, ഒരു മനോഹാരിതയുടെ കുറവുണ്ട്. കാരണം താങ്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണ്. അങ്ങനെയുള്ള താങ്കൾ ഒരു ചെറിയ PR വർക്കിന് വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയുന്നു. മരുമകനെ മുഖ്യമന്ത്രിയാക്കിയത് മരുമകനായത് കൊണ്ടല്ല. തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് മരുമകനാകാതിരുന്നെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ മുഹമ്മദ് റിയാസ് മന്ത്രി ആകില്ലായിരുന്നു. PK ശ്യാമള ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ അല്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും PK ശ്യാമള അവിടെ വനിത എനിക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്നുള്ള നിലയിൽ കൊടുക്കില്ലായിരുന്നു. നിങ്ങൾ പുരുഷന് തന്നെ കൊടുത്തേനെ. വനിതകളായിട്ട് മറ്റെവിടെയെങ്കിലും സ്ഥാനാർത്ഥിത്വം കൊടുത്തേനെ, അല്ലെങ്കിൽ സുകന്യയെ പോലുള്ള ആർക്കെങ്കിലും കൊടുത്തേനെ. അപ്പോൾ ഗോവിന്ദൻ മാഷ് താങ്കളുടെ എല്ലാ ചെയ്തികൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നതിന് ഒരു പരോപകാരം പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് ആ സ്ഥാനാർത്ഥിത്വം പോയിട്ടുള്ളത്. ഇടതുപക്ഷം വന്നാൽ മന്ത്രിയാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ശ്യാമളെ. അപ്പോൾ വേറെ ന്യായമായിരിക്കും പറയുന്നത്. ഇത് എല്ലാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അരിയാഹാരം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, കുറച്ച് ഗോതമ്പ് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
വെള്ളം കുടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മനസ്സിലാകും. പക്ഷേ ഒരു ജനത എന്നുള്ള നിലയിൽ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ അല്ല, പുതിയ ഹൊങ്കിൻ്റെ കാലത്ത് എല്ലാവരും ഉൾക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഒരുപാട് ന്യായീകരണത്തുള്ള ആളുകൾ കിട്ടിയിരിക്കും. അടിമരാജ്യത്തിനെ പോലെ ന്യായീകരിക്കുന്നവരുണ്ട്, ജാതി മത വിശ്വാസങ്ങളെ ന്യായീകരിക്കുന്നവരുണ്ട്, പിന്നെ അന്ധവിശ്വാസങ്ങളെ ന്യായീകരിക്കുന്നവരുണ്ട്. ന്യായീകരണം എല്ലാ ഭാഗത്തു നിന്നും കിട്ടും. അതൊരു സമൂഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് താങ്കൾക്ക് ആപാത ചൂടം താങ്കളെ ഒരു ലെജൻഡായി കണ്ടുകൊണ്ട് പൂജിക്കാനും, ഒരുപക്ഷെ നാളെ ആരെങ്കിലും ഒരു ക്ഷേത്രം പിണറായി വിജയൻ്റെ പേരിൽ പണിതാലും അത്ഭുതമില്ല. അങ്ങനെ താങ്കൾക്ക് വളരാൻ കഴിയും. അപ്പോഴും താങ്കൾ പറയുന്ന പച്ചക്കള്ളങ്ങൾ, നുണകൾ ഇവിടെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. ഇത് ഞാൻ പറയുന്നത് പിണറായി വിജയനോടല്ല, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പിണറായി വിജയനോട് നമുക്കൊരു എതിർപ്പുമില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന ആൾ പച്ചയ്ക്ക് കള്ളം പറയുമ്പോൾ, ഒരു PR വർക്കിൻ്റെ ഭാഗമായി ഒരു കപ്പെടുത്ത് പിടിച്ച് അത് കുറേ സമയം പിടിച്ച് ഫോക്കസ് ചെയ്ത് അത് വാർത്തയാകുമ്പോൾ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കപ്പിൽ എന്താ എഴുതിയിരിക്കുന്നത്, ചുമ്മാ പിടിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങ് വീണ്ടും മലയാളിയുടെ മനസാക്ഷിയെ മനോരോഗമുള്ളവരാക്കി മാറ്റുകയാണ്. കഷ്ടം കാലമേ, എന്തെല്ലാം കാണണം നമ്മൾ, എന്തെല്ലാം കേൾക്കണം. കല്ലിക്കാലത്തും കെട്ടകാലത്തും ഇതായിരിക്കും ഏറ്റവും നല്ലതായി നമുക്ക് വരുന്നത്. നടക്കട്ടെ ഈ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം.